നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 മൂലം ലോകം മുഴുവൻ അടച്ചിടലിലായിരുന്നു. ഗൾഫ് മേഖലയും സമാന അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോഴിതാ വിശ്വാസികൾക്കെല്ലാം തന്നെ ആശ്വാസ വാർത്തയുമായി കുവൈത്തിൽ ആരാധനാലയങ്ങൾ ബുധനാഴ്ച മുതൽ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനസാന്ദ്രത കുറഞ്ഞ പാർപ്പിട മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ പള്ളികൾ തുറക്കുക. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഗ്രാൻഡ് മോസ്കിൽ ജുമാ പ്രാർത്ഥന പുനരാരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. പള്ളികൾ തുറക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഔഖാഫ് മന്ത്രി ഫഹദ് അൽ അഫാസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 900ഓളം പള്ളികളാണ് അണുവിമുക്തമാക്കിയിട്ടുള്ളത്. ജൂൺ 12-ാം തീയതി മുതൽ മസ്ജിദ് അൽ കബീറിൽ ജുമാ നമസ്കാരം പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇമാമിനും പള്ളി ജീവനക്കാർക്കും മാത്രമായിരിക്കും പ്രവേശനം. ദേശീയ ടെലിവിഷൻ ചാനലിൽ ജുമാ ഖുതുബയും പ്രാർത്ഥനയും തത്സമയം സംപ്രേഷണം ചെയ്യും. പാർപ്പിട മേഖലകളിലെ പള്ളികൾ ബുധനാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനയോടെയാണ് തുറക്കുക എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിട്ടുള്ളത്. ശാരീരിക അകലം പാലിക്കൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും പള്ളിയിൽ പ്രവേശനമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മാർച്ച് 13-ാം തീയതി മുതലാണ് രാജ്യത്തെ പള്ളികൾ അടച്ചിട്ടത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശാരീരിക അകലം പാലിക്കൽ ഉൾപ്പെടെ ആരോഗ്യ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചു മാത്രമായിരിക്കും പള്ളിയിൽ പ്രവേശനമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.